ലക്ഷദ്വീപ്. പൃഥ്വിരാജിന്റെ അനാർക്കലി മൂവി കണ്ടതു മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ എന്റെ സുഹൃത്ത് വഴിയാണ് ദ്വീപിലേക്കുള്ള പാക്കേജും പെർമിറ്റും എല്ലാം റെഡിയാക്കിയത്. പെർമിറ്റ് എടുക്കുന്നതിന് മുന്നേ PCC പോലീസ് ക്ലിയറൻസ് എടുക്കണം. അത് കേരള പോലീസിന്റെ ആപ്പ് വഴിയും എടുക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പോൺസർ വഴിയായിരുന്നു ഇതെല്ലാം റെഡിയാക്കി തന്നത്. പാക്കേജിനും മറ്റു ഡീറ്റെയിൽസിനും ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ദ്വീപിലേക്ക് പോകുന്ന വഴി ഷിപ്പ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് വഴിയും ലക്ഷദ്വീപിലേക്ക് പോകാം. ഷിപ്പ് ആണെങ്കിൽ ഏകദേശം 1700 രൂപയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഫ്ലൈറ്റിലാണെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഇൻഡിഗോ അല്ലെങ്കിൽ അലയൻസ് എയർലൈൻസ് സർവീസ് നടത്തുന്നുണ്ട്. മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് കിട്ടും. കോഴിക്കോട് നിന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 10,000 രൂപ ചാർജ് വരുന്നുണ്ടായിരുന്നു. പകുതി പൈസക്കാണ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത്. അതും അലയൻസ് എയർലൈൻസിലായിരുന്നു ടിക്കറ്റ് എടുത്തത്. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഗോവയിലോട്ട് ട്രെയിൻ കയറി ഗോവയിലേക്ക് ഒന്ന് കറങ്ങി ഗോവയുടെ ബഡ്ജറ്റ് എയർലൈനായ ഫ്ലൈ 91 ചീപ്പ് റേറ്റിന് ടിക്കറ്റ് കിട്ടും. ഇതൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ ഒരുപാട് പൈസ ലാഭിക്കാം. 9:35 ഫ്ലൈറ്റിന്റെ ടൈം. 38 സീറ്റുള്ള എയർ ഫ്ലൈറ്റ് ആണ്. 1 മണിക്കൂർ 20 മിനിറ്റ് ആയിരുന്നു ഫ്ലൈയിങ് ടൈം. ഫ്ലൈറ്റിൽ ഇരുന്ന് ഒന്ന് സെറ്റ് ആയപ്പോഴേക്കും അഗത്തി എയർപോർട്ട് എത്തി. ലക്ഷദ്വീപിലെ ഏക എയർപോർട്ടാണ് അഗത്തി. ഫ്ലൈറ്റിൽ നിന്നിറങ്ങി ടെർമിനൽ പോയി ദ്വീപ് പെർമിറ്റ് ഒക്കെ കാണിച്ചു ലഗേജ് എടുത്ത് പുറത്തിറങ്ങി. അങ്ങനെ ദ്വീപിന്റെ മനോഹരമായ ഭംഗി ആസ്വദിച്ച് നേരെ റൂമിലോട്ട്. ഹോം സ്റ്റേ ആയിരുന്നു തിരഞ്ഞെടുത്തത്. റൂമിലെത്തി ഒന്ന് ഫ്രഷ് ചെയ്ത് അപ്പോഴേക്കും ഫുഡ് വന്നു. ഫുഡൊക്കെ കഴിച്ചു. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ലഗൂൺ ബീച്ച്. നാളെയാണ് മെയിൻ വാട്ടർ ആക്ടിവിറ്റി.